രണ്ടാഴ്ചക്ക്, അതായത് 18 ദിവസം കഴിഞ്ഞ ഗ്രാഫ്റ്റ് ചെയ്ത് 18 ദിവസം കഴിഞ്ഞതാണ്. ഇതിൽ 1, 2, 3 ഗ്രാഫ്റ്റിംഗാണ് നടത്തിയിട്ടുള്ളത്. അപ്പം നമുക്കിത് ഓരോന്നും നോക്കാം. വേണ്ട, ഇതിനകത്ത് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗമാണ്. അപ്പോൾ ഇതിലിതാ നല്ല രീതിയിൽ ഇത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് അങ്ങ് ഇളക്കി കളയണം. ഇതിൽ ചെറുതായിട്ടൊരു നനവടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് അഴുകിക്കളയും. ഈ നനവ് അതിനകത്ത് അടിച്ചിട്ടില്ലെങ്കിൽ നമ്മളിത് ഉടനെ ഇളക്കണമെന്നില്ല. 2 ആഴ്ചയോടെ കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതി. വലിയ നനവ് വന്നിട്ടില്ല, എന്നാലും ചെറിയ ഒരു നനവുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത് ഞാൻ കൂടെ തന്നെ ഇളക്കിയത്. ആ ഭാഗത്ത് അല്പം ഫംഗിസൈഡ് തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് അഴുകിപ്പോവും. അതിനുശേഷം അടുത്ത ആഴ്ച നോക്കാം. ഇത് ഒരു വെള്ള കളറിലേതാണ് ഈ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു മൾട്ടി പെറ്റൽ കളറാണ് ഈ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടി പെറ്റലാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ചുവപ്പ് ഒരു അടയാളം വെച്ചിരുന്നത്. അപ്പോൾ ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഇതിന് എടുത്ത് കളയേണ്ട ആവശ്യമില്ല. 2 ആഴ്ചയോടെ കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റാം. അടുത്തത് എടുക്കാം. ഈ കവറുകൾ വച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത ഗ്രാഫ്റ്റിങ്ങിന് വീണ്ടും ഉപയോഗിക്കാം. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത 2 ഗ്രാഫ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു ഗ്രാഫ്റ്റിങ് വെള്ളം ഇറങ്ങി അഴുകിപ്പോയി. അതുകൊണ്ട് ആ ഗ്രാഫ്റ്റിങ്ങിന് കുഴപ്പമില്ല, പക്ഷേ ആ തണ്ടിൽ വെള്ളം ഇറങ്ങി അഴുകിപ്പോയി. പിന്നെ നമുക്ക് അതുകൊണ്ട് അത് ഉപയോഗമില്ല. ആ കമ്പ് അത് നമ്മൾ ഇതിൻ്റെ താഴെ വെച്ച് വെട്ടിക്കളയണം. വെട്ടിക്കളഞ്ഞ് അതിൽ ഫംഗിസൈഡ് തേച്ച് കൊടുക്കണം. ഇതിൽ 2 ഗ്രാഫ്റ്റിംഗാണ് ഞാൻ അതിൽ ഒരെണ്ണത്തിൽ ചെയ്തിരുന്നത്. അതിൽ ഫംഗിസൈഡ് തേച്ച് നിർത്തണം. അപ്പോൾ ഇതിലിപ്പോൾ 1, 2, 3 ഗ്രാഫ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. ബാക്കി അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ കളർ ഏതാണോ ആ കളറിലെ പൂവായിരിക്കും വരുന്നത്.